അതിനുശേഷമാണ് ആൾക്കാർ കൂടിയപ്പോഴും ഈ ബിസിനസ് ചെയ്യുന്നത് എൻ്റെ വീട്ടുകാർക്കോ കുടുംബക്കാർക്കോ ആർക്കും അറിയത്തില്ലായിരുന്നു. അത് തന്നെ ഒരു ലെവലിൽ എത്തിക്കുന്നതിന് ശേഷം മാത്രമാണ്, ഒരു ഇൻ്റർവ്യൂവിനെല്ലാം ആൾക്കാർ വിളിക്കാൻ തുടങ്ങിയതിന് ശേഷം മാത്രമാണ് ഇതെൻ്റെ സ്ഥാപനമാണെന്ന് അറിയാൻ തുടങ്ങിയത്. മനസ്സിലാക്കുന്നത് അത് വലിയ സസ്പെൻസ് ആണ് ആക്ച്വലി. കാരണം ഈ ഒരു SLC ഒരു പ്രായത്തിൽ എഴുതി പാസ്സാവുന്നതായാലും അതല്ലെങ്കിൽ ഒരു സ്ഥാപനം തുടങ്ങിയിട്ട് ഇത്രയും വലിയൊരു സ്ഥാപനത്തിലേക്ക് എത്തിക്കഴിയുമ്പോഴാണ് ഫാമിലി അറിയുന്നതെന്ന് പറയുമ്പോൾ അത് തീർച്ചയായിട്ടും ഒരു രസകരവുമാണ്, അതോടൊപ്പം തന്നെ എക്സൈറ്റിങ്ങുമാണ് അല്ലേ. അതുകൊണ്ട് തന്നെ വളരെ എളുപ്പത്തിൽ ആരെയും ഒന്നും കാണിക്കേണ്ട ആവശ്യമില്ലായിരുന്നു. കാരണം ഇപ്പം നമ്മളൊരു ബിസിനസ് ചെയ്യാൻ വേണ്ടി പോകുമ്പോൾ അവർ പിറ്റേ ദിവസം വെച്ചിട്ട് ചോദിക്കും, അവർ എല്ലാവരും വീട്ടിൽ നിന്ന് ആയിക്കോട്ടെ അല്ലെങ്കിൽ കൂട്ടുകാരായിക്കോട്ടെ അവരോടൊക്കെ പറഞ്ഞിട്ട് പോകണമെങ്കിൽ അവർ ചോദിക്കും എന്തായി, ശരിയാവുമോ, ശരിയായില്ല, ഇത് നടക്കുമോ, ചിലപ്പോൾ അങ്ങനെ ചോദിക്കാം. ചിലപ്പോൾ എന്തായി റിസൾട്ട് എന്ന് ചോദിക്കാം. ചിലപ്പോൾ ഒരു ബിസിനസ് ചെയ്താൽ തുടക്കക്കാർക്ക് എന്താണെന്ന് അറിയാമല്ലോ, തുടക്കത്തിലൊന്നും കൃത്യമായ ഒരു വരുമാനമൊന്നും കിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇവരുടെയൊക്കെ ചോദ്യങ്ങൾ സാർ ഒഴിവാക്കാൻ വേണ്ടിയിട്ടായിരിക്കാം ഇങ്ങനെ ഒരു ഒളിച്ചു വെക്കൽ ഉണ്ടായത്. എങ്കിൽ പോലും സാറിന് നല്ല ഹോപ്പ് ഉണ്ടായിരുന്നു ഇത് സക്സസിലേക്ക് എത്തുന്നുള്ള ഹോപ്പ്? തീർച്ചയായും ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഒരു രൂപ പോലും വരുമാനം കിട്ടാതിരുന്നപ്പോഴും ഇത്രയും ടീമിന് ആദ്യത്തെ കണ്ടീഷനിൽ ഞാൻ പറയുകയാണെങ്കിൽ ഓർക്കുന്നു, ഞാൻ ഓൺലൈനിൽ ലോൺ എടുത്തിട്ട് തന്നെയാണ് മറ്റുള്ളവർ നമ്മുടെ സ്റ്റാഫിന് സാലറി കൊടുത്തുകൊണ്ടിരുന്നത്. ആ സമയം അവർ തന്നെ എന്നോട് പറയും എങ്ങനെ ഇനി മുന്നോട്ട് പോകാൻ പറ്റുമോ എന്നുള്ള തോന്നൽ നമ്മുടെ സ്റ്റാഫ് തന്നെ പറയാറുണ്ടായിരുന്നു. അതിനുശേഷമാണ് ഇത്രത്തോളം വലിയൊരു സ്ഥാനത്തിലേക്ക് എത്തിയത്. അപ്പം തീർച്ചയായിട്ടും ഈ മിത്രം എന്ന് പറയുമ്പോൾ നമ്മൾ ഇന്നത്തെ കാലത്തായാലും ഏതൊരു കാലഘട്ടം നോക്കിയാലും ഒരു സ്ഥാപനം മുന്നോട്ട് കൊണ്ടുപോകാൻ ഒരുപാട് ബുദ്ധിമുട്ടും. അതേ സമയത്ത് ഒരു എബവ് 2000 ബ്രാഞ്ചസ് ആണ് ഈ മിത്രത്തിനുള്ളത്. അപ്പോൾ തീർച്ചയായിട്ടും അതിൻ്റെ തലവേദന എന്ന് പറയുന്നത് ചെറുതായിരിക്കില്ല, അത്രയും വലുതായിരിക്കും. അപ്പോൾ ഒരു വലിയ ടീം തന്നെ സാറിന് അതിനൊപ്പം ഉണ്ടോ, സാർ ഒറ്റയ്ക്കാണോ ഇത് ഹാൻഡിൽ ചെയ്യുന്നത്? തുടക്കം വന്നത് ഒറ്റയ്ക്കായിരുന്നു. തുടക്കത്തെ കാരണം വെച്ചാൽ ആദ്യം ഒരു വലിയൊരു ലക്ഷങ്ങൾ വെച്ചിട്ടോ അങ്ങനെ ചെയ്തൊരു ബിസിനസ് അല്ല. ഞാൻ തന്നെ ഗൾഫിൽ നിന്നെല്ലാം പോയി വന്നു ചെറിയൊരു എമൗണ്ട് വെച്ചിട്ട് തുടങ്ങിയതാണ്. അതായത് ചെറിയൊരു എമൗണ്ട് വെച്ചിട്ട് ചെറുതായിട്ട് തുടങ്ങിയ സംവിധാനമാണ്. ആദ്യത്തെ സെയിൽസ്മാൻ ഞാൻ തന്നെയാണ്, ആദ്യത്തെ മാനേജർ ഞാൻ തന്നെയാണ്, ആദ്യത്തെ ട്രെയിനിങ് കൊടുക്കുന്ന ആൾ ഞാൻ തന്നെയാണ്. അതിനുശേഷമാണ് പതുക്കെ ഓരോന്നായിട്ട് ഓരോ ആളായിട്ട് കൂടുകയാണ് ചെയ്തത്. കണ്ണൂരാണ് ആദ്യം ഇത് സ്റ്റാർട്ട് ചെയ്തതെങ്കിലും അതിനുശേഷം നേരെ എറണാകുളത്ത് വന്നു. എറണാകുളത്ത് ഒരു ഓഫീസിൽ ഒരു സിംഗിൾ സീറ്റിലാണ് സ്റ്റാർട്ട് ചെയ്തത്. അവിടെ നിന്നാണ് ഇത്രത്തോളം വലിയൊരു ടീമായിട്ട് വളർന്നു വന്നത്. അപ്പോൾ എനിക്ക് ചോദിക്കാനുള്ള മറ്റൊരു ചോദ്യം, ഈ മിത്രത്തിലേക്ക് വന്നപ്പോൾ അതിൽ എന്തെല്ലാം പ്രതിസന്ധികൾ സാറ് നേരിടേണ്ടി വന്നിട്ടുണ്ട്? ഈ മിത്രത്തിനെ സംബന്ധിച്ചോളം ഞാനൊരു ഫ്രാഞ്ചൈസി കൊടുക്കുകയാണ് ചെയ്തത്. അവിടെ എന്നെ സംബന്ധിച്ചോളം ഞാൻ ഈ കാര്യങ്ങളൊക്കെ എനിക്ക് അറിയാവുന്ന ആളാണ്. പിന്നെ നല്ലൊരു ശക്തമായ ടീമും ഉണ്ടായിരുന്നു. പിന്നെ അവിടെ വന്നൊരു ബുദ്ധിമുട്ടെന്ന് വെച്ചാൽ കൊറോണ സമയത്താണ്. ശരിക്കും ആ കൊറോണ സമയത്ത് ഞങ്ങൾ തീരുമാനിച്ചാണ് ഇതെല്ലാം നിർത്താം എന്നുള്ള കണ്ടീഷൻ ഞങ്ങളുടെ ടീം തീരുമാനിച്ചതാണ്. ഞങ്ങളുടെ ടീം അടക്കം തീരുമാനിച്ചു. പക്ഷെ അന്നൊരു മനസ്സിലൊരു തോന്നൽ തോന്നി, ഇത് നിർത്തുന്നില്ല, ഏതായാലും ഇവിടെ നിന്ന് തുടങ്ങാന്നുള്ള നമ്മൾ നേരിട്ട് 1 to 1 ആയി ചെയ്തുകൊണ്ടിരിക്കുന്ന സംഭവങ്ങളെല്ലാം ഓൺലൈനോട്ട് മാറ്റി. പിന്നെ ഇത് എസൻഷ്യൽ സർവീസ് ആയതുകൊണ്ട് തന്നെ ഈ ഓൺലൈൻ ജനസേവന കേന്ദ്രങ്ങൾ തുറന്നു പ്രവർത്തിക്കാമായിരുന്നു. അതുകൊണ്ട് തന്നെ ആ കാലഘട്ടത്തിൽ കൂടുതൽ വിജയം ഉണ്ടായത്. അതായത് സാറിന് ഉണ്ടായിട്ടുള്ള പ്രതിസന്ധിയാണ് വീണ്ടും തീർച്ചയായിട്ടും ഒരു സംരംഭത്തിലേക്ക് എത്തിയത്. അതുപോലെ തന്നെ മറ്റുള്ളവർക്കും അങ്ങനത്തെ ഒരു പ്രചോദനമാകാൻ വേണ്ടിയിട്ട് ഒരുപാട് ബ്രാഞ്ചസ് സാർ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ സാർ നേരത്തെ പറഞ്ഞൊരു 35,000 ഉണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ ഒരു കമ്പ്യൂട്ടറും ഒരു ചെറിയൊരു റൂമും നമുക്ക് സെറ്റാക്കിയിട്ട് നമുക്ക് ഈ ഒരു സ്ഥാപനം തുടങ്ങാൻ സാധിക്കുമെന്ന്. അപ്പോൾ ഇപ്പോൾ പ്രവാസ ലോകം കഴിഞ്ഞു വരുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പോൾ അവർക്കും ഇത് വളരെ യൂസ്ഫുൾ ആയിരിക്കുള്ളൂ ഈ മിത്രം സ്റ്റാർട്ട് ചെയ്യാനായിട്ട്. പക്ഷേ ഇതിനെന്തെങ്കിലും ഒരു ഏജ് കാറ്റഗറി ഉണ്ടോ? ഇപ്പോൾ ഈ ഒരു പ്രായത്തിലുള്ളവർക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കാറ്റഗറി അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? അങ്ങനെ ഒന്നുമില്ല, ഒരു കാറ്റഗറി ഇല്ല. കാരണം ഞങ്ങൾക്ക് ഡോക്യുമെൻ്റായി വേണ്ടത് ആകെ ആധാർ കാർഡും പാൻ കാർഡുമാണ് അവരെ വേണ്ടു. പിന്നെ അവരെ സംബന്ധിച്ചുള്ള സർവീസ് മെൻറ്റാലിറ്റി ഉണ്ടാകണം. പിന്നെ അതേപോലെ തന്നെ ഒരു ജോലി ചെയ്യാനുള്ള ഒരു തോന്നലും വേണം. അല്ലാതെ വെറുതെ ഒരു രീതിയിൽ പോരാ, മടി പിടിച്ചാൽ ഒരു സർവീസ് മെൻറ്റാലിറ്റി ഉള്ള ഏതൊരാൾക്കും ചെയ്യാൻ പറ്റുന്നതാണ്. കാരണം അതിൻ്റെ വാല്യൂ എന്ന് പറയുകയാണെങ്കിൽ ഒരു നാട്ടിൽ തന്നെ പെൻഷൻ ഇല്ലാത്തവർ പെൻഷനായി കൊടുക്കാം, പാസ്പോർട്ട് ഇല്ലാത്തവർക്ക് പാസ്പോർട്ടായി കൊടുക്കാം. അങ്ങനെ ഒരാൾ ജനന സർട്ടിഫിക്കറ്റ് മരണ സർട്ടിഫിക്കറ്റ് വരെ ഓൺലൈനാണ് ചെയ്യുന്നത്. ഇത്രയും സംവിധാനങ്ങൾ ചെയ്തു കൊടുത്ത് ഒരു മാന്യമായ വരുമാനം ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു അവസരമാണ്. അതുകൊണ്ട് തന്നെ സാധാരണ ഇപ്പോൾ ഞങ്ങളെ സംബന്ധിച്ചോളം അത് പറയുകയാണെങ്കിൽ ആൻഡ്രോയിഡ് മൊബൈൽ ഉപയോഗിക്കാൻ അറിയാവുന്നവർ തന്നെ ഞങ്ങളുടെ ട്രെയിനിങ്ങിലൂടെ ശക്തമായി തന്നെ നല്ല രീതിയിൽ ബിസിനസ് ചെയ്യുന്നു. പിന്നെ അതേപോലെ തന്നെ വീട്ടിലിരിക്കുന്ന
കല്യാണമെല്ലാം കഴിഞ്ഞു, പല നാട്ടിൽ നിന്ന് വന്ന് കല്യാണമെല്ലാം കഴിഞ്ഞ് ഉള്ള ഒരു സ്ത്രീകളൊക്കെ വെറുതെ ഇരിക്കുന്നവർ ഇന്ന് നമ്മളെക്കുറിച്ച് ഇതിനെക്കുറിച്ച് മനസ്സിലാക്കി അവർക്കൊരു ശക്തമായൊരു തൊഴിൽ, ഒരു സ്വന്തമായിട്ടൊരു ബിസിനസ് ആരംഭിച്ച് ധാരാളം ആൾക്കാർ ചെയ്യുന്നുണ്ട്. അപ്പം ഇത്രയും നേരം നമ്മൾ പറഞ്ഞത് ഒരുപാട് ഫെസിലിറ്റീസ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞു. പക്ഷേ ഇതുമായിട്ട് ബന്ധമില്ലാത്തൊരു സ്ഥാപനം വരികയാണ്, ഈ മിത്രത്തിനോട് വരികയാണെങ്കിൽ അവരുമായിട്ട് എങ്ങനെയാണ് അസോസിയേറ്റ് ചെയ്യാൻ പറ്റുക? ലൈക്ക് മാർക്കറ്റിംഗ് ഫീൽഡിലൊക്കെ അവരെ ഹെൽപ്പ് ചെയ്യുന്നുണ്ടോ? തീർച്ചയായും ഉണ്ട്. അതായത് ഈ മിത്രം 3 രീതിയിലാണ് ചെയ്യുന്നത്. ഒന്ന്, ഒരു നാട്ടിലൊരു ജനസേവന കേന്ദ്രം ഉണ്ടാക്കി ഒരു വ്യക്തിക്ക് ഒരു ചെറിയൊരു ബിസിനസ്, അതായത് സ്വയം തൊഴിൽ പോലെയുള്ള ഒരു ബിസിനസ്, ഒന്നോ അതിൽ 2 3 ആൾക്ക് തൊഴിൽ കൊടുക്കാൻ പറ്റുന്ന രീതിയിലാണ് സാധാരണ ഫ്രാഞ്ചൈസി ബിസിനസ്. പിന്നെ രണ്ടാമത് ഉള്ളതാണ് വൈറ്റ് ലേബൽ ബിസിനസ്. വൈറ്റ് ലേബൽ പറഞ്ഞാൽ ഈ മിത്രം എന്നത് ഞങ്ങളുടെ ബ്രാൻഡാണ്. അതേപോലെ നമ്മൾ പല കമ്പനികൾക്കും ബാക്ക് എൻഡ് സപ്പോർട്ട്, ട്രെയിനിങ്, ലൈസൻസിങ് എല്ലാം ചെയ്യുന്നുണ്ട്. അതായത് ഒരു ഇന്ത്യ മുഴുവൻ ബിസിനസ് ചെയ്യണം എങ്കിൽ ഇത്രത്തോളം ഞങ്ങളെപ്പോലെ ഒരു ടീമിനെ, സോഫ്റ്റ്വെയർ ടീം, ട്രെയിനിങ് ടീം, ബാക്ക് എൻഡ് ടീം, ഇത്രയും ടീമിനെ ആക്കി ഒരു തുടക്കക്കാർക്ക് ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടാണ്. അങ്ങനെയുള്ളവർക്ക് ഈ ബാക്ക് എൻഡ് സപ്പോർട്ട്, ട്രെയിനിങ്, സോഫ്റ്റ്വെയർ കൈകാര്യം ചെയ്ത് ഞങ്ങൾ ചെയ്യുന്നുണ്ട്. അതായത് ചെറിയൊരു ചിലവിൽ തന്നെ അവർ മാർക്കറ്റിംഗ് മാത്രം നടത്തിക്കൊണ്ട് തന്നെ ഇതേപോലത്തെ ഒരു ബ്രാൻഡ്, ഈ മിത്രം പോലെ മറ്റൊരു ബ്രാൻഡ്, ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ വി ഹെൽപ്പ് എന്ന ഒരു ബ്രാൻഡാണെങ്കിൽ അവർ ആ ബ്രാൻഡിൽ മാർക്കറ്റിംഗ് മാത്രം ചെയ്താൽ മതി. അവർക്ക് എത്ര ഫ്രാഞ്ചൈസി മുകളിലും കൊടുക്കാം. അതായത് ഈ മിത്രം എന്നതിന് ബാക്ക് എൻഡ് ചെയ്യുന്ന അതേപോലെ തന്നെ അവരുടെ ബ്രാൻഡിലായിരിക്കും ചെയ്യുക എല്ലാ കാര്യങ്ങളും. അവർക്ക് വേണ്ട സപ്പോർട്ട് അവരുടെ കമ്പനിയുടെ പേരിലായിരിക്കും ചെയ്യുക. എന്താണ് അവരുണ്ടാക്കുന്ന ബ്രാൻഡ് ആ പേരിലായിരിക്കും ചെയ്യുക. അവിടെ ഈ മിത്രത്തിന് യാതൊരു സർവീസ് നമ്മുടെ ആയിരിക്കും, പക്ഷേ അവരുടെ ബ്രാൻഡിലായിരിക്കും. വൈറ്റ് ലേബൽ അത് അവർക്ക് ഇഷ്ടമുള്ള ഫ്രാഞ്ചൈസി ചാർജ് വാങ്ങാം, അവർക്ക് ഇന്ത്യ മുഴുവൻ എവിടെയും ചെയ്യാം. ഓക്കെ. പിന്നെ മറ്റൊന്നെന്ന് പറഞ്ഞാൽ മറ്റ് കമ്പനിയുടെ സർവീസ്, തേർഡ് പാർട്ടി സർവീസുകൾ. അതായത് ഇപ്പം ഏതൊരു കമ്പനിയുടെ ആണെങ്കിലും സർവീസ്, ഇപ്പം ബാങ്കിങ് കാര്യങ്ങളായിക്കോട്ടെ, ഇപ്പം എന്തൊരു സർവീസാണെങ്കിലും, ഇപ്പം GST സർവീസ് ആയിക്കോട്ടെ, മാട്രിമോണി സർവീസ് ആയിക്കോട്ടെ, ഇതൊക്കെ ഞങ്ങളോട് ചെയ്യുന്നുണ്ട്. അതിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സാധാരണ ഒരു ഓഫീസ് എല്ലായിടത്തും, ഒരു കമ്പനി, ഒരു ഉദാഹരണം പറയുകയാണ്, ഒരു മാട്രിമോണി കമ്പനിക്ക് ഒരു ഓഫീസ്, കേരളത്തിൽ ഓഫീസ് തുടങ്ങണം. ഞങ്ങളെ സംബന്ധിച്ച് ഇപ്പോൾ 2000 ഒരു ഓഫീസ് കേരളത്തിൽ തുടങ്ങണമെങ്കിൽ കോടികൾ മുടക്കണം. എല്ലായിടത്തും സ്റ്റാഫിനെ വെക്കണം, കമ്പ്യൂട്ടർ വേണം, കട വേണം, അതിൻ്റെ സെക്യൂരിറ്റി കൊടുക്കണം, ഇങ്ങനെ ലക്ഷങ്ങൾ മുടക്കി വേണം ചെയ്യാൻ വേണ്ടിയിട്ട്. ഇപ്പം ഇതിനെ ഞങ്ങളുമായിട്ട് അസോസിയേറ്റ് ചെയ്യുകയാണെങ്കിൽ ഒരു ദിവസം കൊണ്ട് തന്നെ 2400 അവരുടെ കസ്റ്റമർ സർവീസ് പോയിന്റുകൾ അവർക്ക് ഓപ്പൺ ചെയ്യാൻ പറ്റും. കാരണം ഞങ്ങൾക്ക് ഓൾറെഡി സ്റ്റാഫുണ്ട്, അവിടെ കമ്പ്യൂട്ടറുണ്ട്, അവർ വെൽ ട്രെയിനഡ് ആണ്. അതുകൊണ്ട് തന്നെ അവരുടെ സർവീസുകൾ ഞങ്ങളുടെ സെൻറ്ററുകളിൽ പല ആവശ്യങ്ങൾക്കായി ഒരു ദിവസം 150 തൊട്ട് 200 ആൾ കയറി ഇറങ്ങുന്നതാണ്. ഞങ്ങൾക്കൊരു ഡിസ്പ്ലേ ബോർഡിൽ അവരുടെ ഡീറ്റെയിൽസ് കൊടുക്കുകയാണെങ്കിൽ അവർ ഓരോ ആളും വന്നിട്ട് 5-10 മിനിറ്റ് അവിടെ വന്ന് നിൽക്കുന്നവരാണ്. ഞങ്ങൾ ഡിസ്പ്ലേയിൽ കൂടെ വരുന്ന ഒരു നോട്ടീസിൽ കൂടെ വരുന്ന കാര്യങ്ങൾ അവർ മനസ്സിലാക്കും. അവർ നമ്മളോട് ചോദിക്കും ഇതെന്താണെന്ന് ചോദിക്കുമ്പോൾ അതിനെക്കുറിച്ച് പറഞ്ഞ് മനസ്സിലാക്കി അവിടെ ഒരു സെയിൽ നടക്കുമ്പോൾ ആ ഞങ്ങളുടെ സെൻറ്ററിനും ചെറിയൊരു വരുമാനം കൊടുക്കുകയാണെങ്കിൽ ആ ഒരു മാർക്കറ്റിംഗ് ചെയ്യാം. അത് തന്നെയാണ് ഞങ്ങളുടെ ലക്ഷ്യം. അത് തന്നെയാണ് 5000-ഓളം ഫ്രാഞ്ചൈസി ആക്കി ഒരു പ്രൊഡക്റ്റ് ലോഞ്ച് ഹബ്ബ്, ഒരു സർവീസ് ലോഞ്ച് ഹബ്ബായിട്ട് മാറ്റുക. ഏതൊരാൾക്കും അവരുടെ സർവീസുകൾ അവരുടെ കസ്റ്റമർ സർവീസ് പോയിന്റ് ആയിട്ട് ഞങ്ങളുടെ സ്ഥാപനങ്ങൾ വഴി നടത്തി കൊടുക്കാൻ പറ്റുന്ന ഒരു രീതി. നമ്മുടെ ഈ മിത്രം എന്ന് പറഞ്ഞ ജനസേവന കേന്ദ്രം അല്ലെങ്കിൽ ജനസേവന കാര്യങ്ങൾ മാത്രമല്ല നമുക്ക് പ്രൊവൈഡ് ചെയ്യാൻ പറ്റുന്നത്. ഒരുപാട് കമ്പനികൾ വരികയാണെങ്കിൽ അവരുടെ അസോസിയേറ്റ് ചെയ്ത് അവരുടെ മാർക്കറ്റിംഗ് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും നമുക്ക് ചെയ്തു കൊടുക്കാനായിട്ട് സാധിക്കും. അതായത് നമ്മുടെ സ്ഥാപനത്തിൽ വരികയാണെങ്കിൽ എല്ലാ സേവനങ്ങളും ഞങ്ങളുടെ സെൻറ്റർ വഴി നടത്താൻ പറ്റും. ഇനി സാറിനോട് മറ്റൊന്നും ചോദിക്കാനുള്ള, എന്താണ് ഇതിന്റെ എക്സ്പാൻഷൻസ് അല്ലെങ്കിൽ അതർ ഫെസിലിറ്റീസ് എന്തൊക്കെയാണ് പ്രൊവൈഡ് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്? ഈ മിത്രത്തെ സംബന്ധിച്ചോളം 2026 ആകുമ്പോഴത്തേനും 5000-ഓളം ഫ്രാഞ്ചൈസി കേരളത്തിലുണ്ടാക്കി ഒരു പ്രൊഡക്റ്റ് ലോഞ്ച് ഹബ്ബ് അല്ലെങ്കിൽ സർവീസ് ലോഞ്ച് ഹബ്ബാക്കി മാറ്റുക എന്നാണ് ഈ മിത്രത്തിൻ്റെ ഉദ്ദേശം.